ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ്. വിശുദ്ധ മർക്കോസ് 3:13 മുതൽ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ എൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനും അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരമുണ്ടാകുവാനും 12 വരെ നിയമിച്ചു. ശിമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബെദയുടെ മകനായ യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് പേരിട്ടു. അന്ത്രയാസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമാസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത് യൂദ എന്നിവരെ തന്നെ. അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചർച്ചക്കാർ ഇത് കേട്ടിട്ട് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് കർത്താവിനെ ബോധിച്ചവരെയാണ് ശിഷ്യന്മാരാക്കുന്നത്. എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ബോധിച്ചവരെയാണ് ശിഷ്യന്മാരാക്കുന്നത്, നമ്മളുടെ ഗുണം കൊണ്ടല്ല. ഒരു വൈദികനായവനായിട്ട് വിളിക്കുമ്പോൾ തലേദിവസം രാത്രിയിൽ അഭിമന്യ നിത്യതയിൽ പ്രവേശിച്ച MC മാണി തിരുമേനി ഞങ്ങൾ 12 പേരോടുമായിട്ട് പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നു. കർത്താവ് തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ ബോധിച്ചതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം. കർത്താവിനെ ബോധിച്ചാലും മതി. ഇന്ന് കർത്താവിനെ ബോധിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കുകയില്ല, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം ഓരോ ശുശ്രൂഷയുണ്ട്. ആ കർത്താവിൻ്റെ ശുശ്രൂഷ നിങ്ങളെ ചെയ്തു പോകണം. അതിന് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചതുപോലെ ഞങ്ങളെയും വിളിച്ചിരിക്കുന്നുള്ള ബോധ്യമുണ്ടായി. ആ ശിഷ്യത്വത്തിൻ്റെ വലിയ ത്യാഗപരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ നിൻ്റെ മക്കളെ ഓരോരുത്തരെയും ഒരുക്കിക്കാട്ടെ. നിൻ്റെ മക്കളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അന്ന് 12 ആരംഭിച്ച പ്രസ്ഥാനം ലോകമെമ്പാടും വളർന്നു പന്തലിച്ച് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു. ആ വരവിന് വേണ്ടി ലോകം കാത്തു നിൽക്കുമ്പോൾ, അതിന് മധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവകൃപയെ ആവരിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.